നമസ്കാരം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന. ഈ വയറുവേദനയുടെ ഒരു പ്രധാന കാരണമായ മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് എന്ന് പറയുന്നത് വൻകുടലിന് ചുറ്റുമുള്ള കയലകൾ വീങ്ങി വീർത്തു വരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന, പനി, നാഭിക്ക് ചുറ്റുമുള്ള വേദന, വയറിളക്കം, ഛർദില് എന്നിവ കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അൾട്രാസൗണ്ട് ചെയ്ത് ഈ മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് അല്ലെന്ന് ഉറപ്പുവരുത്തണം. ഈ കയല വീക്കം ഒരു പരിധിയിൽ കൂടുതൽ വലുതായി കഴിഞ്ഞാൽ അതിന് പ്രത്യേകം ട്രീറ്റ്മെന്റ് 2-3 ആഴ്ച കൊടുക്കേണ്ടി വരും. അതിന്റെ മുമ്പ് കണ്ടെത്തുകയാണെങ്കിൽ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് മാറാവുന്നതേ ഉള്ളൂ. അതായത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ്. മലബന്ധമുള്ള കുട്ടികളിൽ മലത്തിന്റെ അംശം വൻകുടലിൽ തങ്ങി നിന്ന് ചുറ്റുമുള്ള കയലകൾ വീങ്ങി വീർത്തു വരുന്നു. ഇതാണ് പ്രധാന കാരണം. മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പൻഡിസൈറ്റിസ് ഉള്ള കുട്ടികളിൽ ഇത്തരത്തിൽ വരാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വൈറൽ ഇൻഫെക്ഷൻ വന്ന് ഇൻഡൈജഷൻ വന്നും ഇതേപോലെയുള്ള പ്രോബ്ലംസ് വരാം. ഈ മലബന്ധമുള്ള കുട്ടികളിൽ ഭക്ഷണ ക്രമീകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിസ്ക്കറ്റ് കൊടുക്കുക, ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ പുറത്തുനിന്ന് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ലൈക്ക് നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക. ഇത്തരത്തിൽ വരുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അത് സോൾവ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കി ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണം ധാരാളം കൊടുക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം കൊടുക്കുക, വെള്ളം ധാരാളം കുടിപ്പിക്കുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈസ് കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കണം. ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു അസുഖത്തെ മാറ്റാൻ സാധിക്കും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്